ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ക്രെറ്റ വിത്ത് 7 സീറ്റർ. ദിസ് ഈസ് ഹ്യുണ്ടായി അൽക്കാസർ. ക്രെറ്റയേക്കാളും ബിഗ്ഗർ സൈസ്, കുറച്ചുകൂടെ പ്രീമിയം ഫീച്ചേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് വെഹിക്കിൾ കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ ക്രെറ്റയേക്കാളും കുറച്ചുകൂടെ ഒരു പ്രീമിയം ടച്ച് തോന്നുന്നുണ്ട്. ഈ ഒരു ഡാർക്ക് ഗ്രില്ല് വരുന്നുണ്ട്, പിന്നെ ഈ ഒരു കണക്റ്റിംഗ് LED സ്ട്രിപ്പ് വരുന്നുണ്ട്, ഒരു സീക്വൻഷ്യൽ ഫംഗ്ഷനൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഓവറോൾ ഈ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. ഈ ഓവർവ്യൂ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലുക്കാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് കാണാം, പിന്നെ ഈ അൽക്കാസറിൻ്റെ ബാഡ്ജിങ്ങും പിന്നെ ഇതിൻ്റെ സിഗ്നേച്ചർ വേരിയൻ്റെ ആ ബാഡ്ജിങ് കാണാം. എന്തായാലും ബാക്ക് ലുക്കും ഓവറോൾ ബെറ്റർ ആയിട്ടുണ്ട് ഇതിന് നിലവിൽ 2 എഞ്ചിൻ ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1.5 പെട്രോൾ എഞ്ചിനും പിന്നെ ഒരു 1.5ൻ്റെ ഡീസൽ എഞ്ചിനും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 1.5ൻ്റെ ആ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ വരുമ്പോൾ 116 PS പവറും 250 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മികച്ച ഫ്യൂൽ എഫിഷ്യൻസിയാണ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഒരു ഇൻറ്റഗ്രേറ്റഡ് കർവി ലൈനായിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ ഈ ഒരു ക്ലസ്റ്ററും വരുന്നുണ്ട്, പിന്നെ ഡിഫറൻറ്റ് ഡ്രൈവ് ടെറൈൻ വരുന്നുണ്ട്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ തന്നെ സ്നോ, മഡ്, സാൻഡ് അതുപോലത്തെ മോഡും വരുന്നുണ്ട്, പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്, പിന്നെ ഹിൽ ഡീസൻ കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. ബോത്ത് പാസഞ്ചർ സീറ്റും ഡ്രൈവർ സീറ്റും 8-way ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ആൻഡ് റിയറിലും വെന്റിലേറ്റർ സീറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ട് സൈഡിൽ ഇവിടെ ഒരു മാഗ്നറ്റിക് പാഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഇൻ സെഗ്മെന്റിൽ ഫ്രണ്ട് ആൻഡ് റിയർ സൈഡിൽ വയർലെസ് ചാർജ് കൊടുത്തിട്ടുണ്ട്. AC ഒക്കെ ഡുവൽ സോൺ AC ആണ് വരുന്നത്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് വ്യൂവും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ സേഫ്റ്റി സൈഡിലേക്ക് വരുമ്പോൾ ലെവൽ 2 ADAS വരുന്നുണ്ട്, പിന്നെ 360 ക്യാമറ വരുന്നുണ്ട്, പിന്നെ 4 വീലിലും ഡിസ്ക് ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഈ വെഹിക്കിളിന്. പിന്നെ ഇതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു റിയർ സീറ്റ് തന്നെയാണ്. നല്ലൊരു സ്ലീപ്പിംഗ് പൊസിഷനുള്ള ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് വേണമെങ്കിൽ കോ പാസഞ്ചറിൻ്റെ സീറ്റ് നമുക്ക് മുന്നോട്ട് മാക്സിമം തള്ളി നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇതിനകത്തിരിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമ്മുടെ ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വെച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓവറോൾ ബാക്ക് സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഈ തേർഡ് റോയെ പറ്റി പറയുവാണെങ്കിൽ നോർമലി നമ്മൾ കണ്ടുവരുന്ന ആ 7 സീറ്റർ വെഹിക്കിൾ പോലെയുള്ള ആ ഒരു സ്പേസ് തന്നെയാണ് ഇതിനും വരുന്നത്. പിന്നെ ഞാൻ 170 സെൻറ്റിമീറ്റർ ഉണ്ട്, എന്നെ പോലെയുള്ളവർക്ക് മാനേജബിൾ ആണ് ഇത്. പിന്നെ ഈ വെഹിക്കിളിനെ പറ്റി പറയുവാണെങ്കിൽ കംഫർട്ട്, റിഫൈൻമെൻറ്റ്, ഫീച്ചേഴ്സ് ഇതിൻ്റെ എല്ലാം ഈ ഒരു കോംബോ തന്നെയാണ് ഈ വെഹിക്കിൾ. പിന്നെ ഇതിൻ്റെ പെട്രോൾ വേരിയൻ്റെ ബ്രൈസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 17,72,000 രൂപയും ഡീസൽ മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19,22,000 രൂപയാണ്. പിന്നെ നിലവിൽ പെട്രോൾ വേരിയൻ്റെ 75,000 രൂപയോളം ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഡീസലിന് 40,000 രൂപയുടെ ഓഫേഴ്സാണ് വരുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയായിട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ദിസ് ഈസ് മീ സാക്ഷിയാർ. ഇനി മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നവരേക്കും ബൈ.